ഇറാൻ ആക്രമണം. അബുദാബി നാഷണൽ ഓയിൽ കമ്പനിയുടെ 2 കപ്പലുകൾക്ക് നേരെ ഹോർമുസിൽ ആക്രമണം. ആർക്കും പരിക്കില്ല. ഒരാഴ്ചക്കിടെ 2ാം തവണയുണ്ടായ ആക്രമണത്തിന് പിന്നിൽ ഇറാനാണെന്ന് UAE വിദേശകാര്യ മന്ത്രാലയം ആരോപിച്ചു. മറ്റ് 2 കപ്പലുകൾ കൂടി ആക്രമിക്കപ്പെട്ടതായി UK മാരിടൈം ഏജൻസിയും അറിയിച്ചു. ഇറാന്റെ അനുവാദമില്ലാതെ ഹോർമുസ് കടക്കാൻ ശ്രമിക്കുന്ന കപ്പലുകൾ ആക്രമിക്കുമെന്ന് റവല്യൂഷണറി ഗാർഡ് ആവർത്തിച്ചു. ഇറാനെതിരായ നാവിക ഉപരോധം അനിശ്ചിതകാലത്തേക്ക് തുടരുമെന്ന് US തിരിച്ചടിച്ചു. ഒരു രാജ്യവും ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത മട്ടിലുള്ള ഉപരോധമായിരിക്കും നേരിടേണ്ടി വരികയെന്ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് മുന്നറിയിപ്പും നൽകി. GCC ജനറൽ സെക്രട്ടറി ഗൾഫ് രാജ്യങ്ങൾ, പശ്ചിമേഷ്യയിലെ അയൽ രാജ്യങ്ങൾ എന്നിവർ ആക്രമണത്തെ അപലപിച്ചു. ചെങ്കടലിൽ ഹൂതികളുടെ ആക്രമണത്തെ ചെറുക്കാൻ സൗദി രൂപം നൽകിയ സംയുക്ത സമുദ്ര സംരക്ഷണ സേനയിൽ 39 രാജ്യങ്ങൾ കൂടി പങ്കാളികളാകും. മൾട്ടിനാഷണൽ മാരിടൈം ഡിഫൻസ് സംഘത്തിന്റെ ആലോചനാ യോഗത്തിൽ ഈ രാജ്യങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുത്തു. ഇതിനോടകം 15 രാജ്യങ്ങൾ സംയുക്ത നാവിക പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. മറ്റു രാജ്യങ്ങൾ വൈകാതെ ഒപ്പിടുമെന്ന് സൗദി അറിയിച്ചു. ബാബൽ മന്ദബ്, ഏദൻ കടലിടുക്ക്, ചെങ്കടൽ എന്നിവിടങ്ങളിലെ വെല്ലുവിളി നേരിടാനും സ്വതന്ത്ര സമുദ്രപാത ഉറപ്പാക്കാനുമാണ് സംയുക്ത നാവികസേന രൂപീകരിച്ചത്. അതേസമയം ലോകമെമ്പാടുമുള്ള ഇന്ധനവിലയെയും സാമ്പത്തിക ഭദ്രതയും നിമിഷ നേരം കൊണ്ട് തകിടം മറിക്കാൻ ശേഷിയുള്ള ആ നിർണായക നീക്കം ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നു. അന്താരാഷ്ട്ര തലത്തിൽ വലിയ കോലാഹലങ്ങൾക്കും കടുത്ത യുദ്ധഭീതിക്കും തിരികൊളുത്തിക്കൊണ്ട് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ കച്ചവട പാതകളിലൊന്ന് അമേരിക്കൻ പ്രദേശമായി പ്രഖ്യാപിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നു. ശത്രു രാജ്യങ്ങളെ വിറപ്പിക്കാനും ആഗോള കടൽപാതകളുടെ മേലുള്ള ആധിപത്യം ഉറപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ള ഈ അപ്രതീക്ഷിത നീക്കം വരും ദിവസങ്ങളിൽ പശ്ചിമേഷ്യയെ എന്തുമാത്രം വലിയൊരു രാഷ്ട്രീയ സാമ്പത്തിക പൊട്ടിത്തെറിയിലേക്കാണ് നയിക്കുക? ലോകമേറെ ആശങ്കയോടെയും ആകാംക്ഷയോടെയും ഉറ്റുനോക്കുന്ന നിർണായക സംഭവ വികാസങ്ങളുടെ പൂർണ്ണ രൂപം ഇതാ. ന്യൂയോർക്കിൽ നടന്ന ആവേശകരമായ ഒരു റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട വിവാദപരമായ പ്രഖ്യാപനം നടത്തിയത്. വളരെ ദയനീയമായി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇറാനെ നമ്മൾ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ വളരെ വേഗം ഞാൻ ഹോർമുസ് കടലിടുക്ക് അമേരിക്കയുടെ പ്രദേശമായി പ്രഖ്യാപിക്കും. തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടം ആർപ്പുവിളികളോടെയാണ് അത് സ്വീകരിച്ചത്. ഇറാന്റെയും ഒമാന്റെയും പ്രാദേശിക ജലാശയങ്ങൾക്കിടയിൽ ഏറ്റവും ഇടുങ്ങിയ ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഹോർമുസ് കടലിടുക്ക് ചരിത്രപരമായ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിനായി തുറന്നു കൊടുത്തിട്ടുള്ള ഒരു ജലപാതയാണ്. എന്നാൽ ഇറാനുമായുള്ള യുദ്ധം ആരംഭിച്ചതു മുതൽ ഈ തന്ത്രപ്രധാനമായ പാതയുടെ നിയന്ത്രണം കൈക്കലാക്കാൻ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ തീവ്ര ശ്രമം നടത്തി വരികയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഇറാനിയൻ തീരപ്രദേശത്തിന് സമീപം സഞ്ചരിക്കുന്ന കപ്പലുകൾ കർശനമായി അനുമതി തേടണമെന്നും അല്ലാത്ത പക്ഷം കനത്ത ടോൾ നൽകേണ്ടി വരുമെന്നും വ്യവസ്ഥകൾ നടപ്പിലാക്കപ്പെട്ടിരുന്നു. ഇത് മേഖലയിലെ കപ്പൽ ഗതാഗതത്തെ സാരമായി ബാധിക്കുകയും ഗതാഗതം കുറയാൻ കാരണമാവുകയും ചെയ്തു. ഇറാൻ നടപ്പാക്കുന്ന ഇത്തരം ടോൾ പിരിവുകളെയും നിയന്ത്രണങ്ങളെയും ട്രംപ് ഭരണകൂടം കർശനമായി എതിർത്തു പോന്നിട്ടുണ്ടെങ്കിലും പകരമായി അമേരിക്കൻ ടോളുകൾ ഏർപ്പെടുത്തുമെന്ന ട്രംപിന്റെ പുതിയ നിലപാട് സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ട്. ആഗോള എണ്ണ വിപണിയുടെ സ്ഥിരാകേന്ദ്രമായ ഈ കടലിടുക്കിൽ അമേരിക്കയുടെ നേരിട്ടുള്ള ആധിപത്യം സ്ഥാപിക്കപ്പെടുകയാണെങ്കിൽ അത് അന്താരാഷ്ട്ര വ്യാപാരത്തെയും ഇന്ധനവിലയെയും വൻതോതിൽ ബാധിക്കുമെന്ന് ഉറപ്പാണ്. ഇതിനിടയിൽ പശ്ചിമേഷ്യയിൽ USS എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പലിന്റെ ദീർഘകാല വിന്യാസത്തെക്കുറിച്ചുള്ള ആശങ്കകളും ചോദ്യങ്ങളും ട്രംപ് വെള്ളിയാഴ്ച പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. ഏകദേശം 9 മാസത്തോളമായി ഈ കൂറ്റൻ അമേരിക്കൻ വിമാനക്കപ്പൽ ഈ യുദ്ധമേഖലയിൽ സജീവമായി നിലയുറപ്പിച്ചിട്ടുണ്ടെന്നും നിലവിലുള്ള ഇറാൻ സംഘർഷത്തിൽ ഇത് നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ കപ്പലിന്റെ വിന്യാസം അനാവശ്യമായി നീണ്ടുപോയോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് താൻ ഇതിൽ യാതൊരുവിധ ആശങ്കയും കാണുന്നില്ലെന്ന മട്ടിലായിരുന്നു ട്രംപിന്റെ പ്രതികരണം. ഏകദേശം വളരെ കാലമായി പോരാ എന്നാണ് ജോയിന്റ് ബസ് ആൻഡ്രൂസിൽ വെച്ച് ന്യൂയോർക്കിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് അദ്ദേഹം ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത്. യുദ്ധക്കപ്പലിലെ കഠിനമായ സാഹചര്യങ്ങളെക്കുറിച്ച് സൈനികരുടെ കുടുംബാംഗങ്ങൾ ആശങ്കാകുലരാണെന്ന റിപ്പോർട്ടുകളെയും പ്രസിഡന്റ് നിഷേധിച്ചു. സൈനിക കുടുംബങ്ങളുടെ ആശങ്കകളെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇല്ല, അവർ അങ്ങനെയല്ല എന്ന് വ്യക്തമാക്കിയ ട്രംപ് കപ്പലിന് ആവശ്യമായ ആശ്വാസവും മാറ്റങ്ങളും നൽകുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ആ കപ്പൽ ഇപ്പോൾ നീങ്ങുകയാണ്, അല്ലെങ്കിൽ വളരെ വേഗം സമാനമായ മറ്റൊരു കപ്പൽ ഉപയോഗിച്ച് അത് മാറ്റി സ്ഥാപിക്കപ്പെടുകയാണെന്നും റിപ്പബ്ലിക്കൻ നേതാവ് കൂട്ടിച്ചേർത്തു. ചുരുക്കത്തിൽ ഹോർമുസ് കടലിടുക്കിനെ ചൊല്ലിയുള്ള വാഗ്വാദങ്ങളും സൈനിക വിന്യാസങ്ങളിലെ മാറ്റങ്ങളും വരും ആഴ്ചകളിൽ പശ്ചിമേഷ്യയെ കൂടുതൽ പ്രക്ഷുബ്ധമായ ഒരു രാഷ്ട്രീയ അനിശ്ചിതത്വത്തിലേക്ക് തള്ളിവിടുമെന്ന് തന്നെയാണ് നിലവിലെ സംഭവ വികാസങ്ങൾ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.